ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ നടക്കില്ല. അത് അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. 2.5 മണിക്കൂർ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ട് കണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും തങ്ങി നിൽക്കുന്നില്ല. പാട്ടിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ നല്ല വരികൾ വേണം. പലതും എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ലെങ്കിലും അല്ലെങ്കിൽ പല എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതായിരിക്കില്ല എങ്കിൽ പോലും എന്താണ് പുതിയ ലോകത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നതാണ് അന്യനാട്ടിൽ അല്ലെങ്കിൽ അന്യഭാഷാ ഗായകരെ കൊണ്ട് മലയാളം പാടിപ്പിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറൊക്കെ വളരെ എന്താ പറയുക മനോഹരമായ കവിതയെ ഉൾക്കൊണ്ടുള്ള സാഹിത്യം വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ അക്ഷരസ്ഫുടതയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിലൂടെ ആ ഭാഷയിലൂടെ പറയാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യുക? കാരണം ഓൾറെഡി ഡിസൈഡ് ചെയ്തല്ലോ ഇന്ന ആളെ കൊണ്ടാണ് ഈ പാട്ട് പാടിപ്പിക്കുന്നതെന്ന്. അതല്ലെങ്കിൽ പിന്നീട് ആണോ എന്താണ് ആ ഒരു ഇത് നടക്കുന്നത്? എന്താ ഒട്ടുമിക്കവാറും ആൾക്കാരൊന്നും ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത് എന്നുള്ളതോ ഒന്നും പറയാറില്ല. അങ്ങനെ പറയുമ്പോൾ കുറച്ച് സത്യത്തിൽ സൗകര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുറത്തുള്ള ഒരാളാണ്, ഇപ്പോൾ ശ്രേയ ഘോഷാലിനെ പോലെ ഒരാളാണ് പാടുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം അവർക്ക് ഈ സ്വാഭാവികമായിട്ടും മലയാളി അല്ലാത്ത ആളുകൾക്ക് ചില വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ പ്രയാസം ഉണ്ടാവും. ഇപ്പം നനയുക എന്നുള്ള വാക്ക് മലയാളിക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റവർക്കെല്ലാം നാ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നാ മാത്രമേ ഒരു രണ്ടും കൂട്ടിയിട്ട് അങ്ങനെ വരില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ അറിയാറില്ല. അത് മാത്രമല്ല ഈ ഫീലൊന്നും കൃത്യമായിട്ട് വന്നോളണമെന്നില്ല. കാരണം വരികളുടെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട്. അതിപ്പോൾ മലയാളി ഗായകർക്കും അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, മലയാളികളാണോ എന്ന് പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടിട്ടുള്ള സംഗീത സംവിധായകരും കമ്പോസേഴ്സും ബാക്കിയുള്ള എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും പറയുന്ന ന്യൂജൻ ഡയറക്ടേഴ്സ് ആയിരിക്കാം ഇതായിട്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു സിനിമയുടെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ മലയാള ചലച്ചിത്രഗാന കലയുടെ പാട്രിയാർക്കെന്നോ കുലപതി എന്നൊക്കെ പറയാവുന്ന ദക്ഷിണാമൂർത്തി സ്വാമി മുതൽ ഇപ്പോൾ ഏറ്റവും പുതിയ സുഷിൻ ശ്യാമോ അങ്ങനെയുള്ള ആളുകളൊക്കെ വരെയുള്ള ഏറ്റവും പുതിയ ആളുകൾ വരെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പോൾ അത് ഓരോന്നും ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ അവർക്ക് തൃപ്തികരമാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. പലതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ട്യൂണുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മാത്രമല്ല അതിൽ ഈ ഡയറക്ടേഴ്സിന് അവരുടെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. പാട്ടിനത്രയും എല്ലാം താങ്ങാൻ പറ്റില്ല. മാത്രമല്ല അത് ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ നടക്കില്ല. അത് അപ്പോൾ അങ്ങനെയുള്ള ചില കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഡയറക്ടറുടെ മനസ്സിൽ പല ഐഡിയകളുണ്ടാവും. അത് ഒരു പാട്ടിലേക്ക് ഒതുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പാട്ട് എന്ന് പറയുന്നത് പാട്ടാണല്ലോ. അത് മാത്രമല്ല അത് ഇവർ തന്നിട്ടുള്ള ഈ ട്യൂണിൻ്റെ അകത്ത് നിൽക്കും വേണം. അങ്ങനെയുള്ള ചാലഞ്ചിങ് ആണത്. അപ്പോൾ അങ്ങനെ അപൂർവ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടൂൺസ് ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മ്യൂസിക് വെച്ചിട്ട് എക്സ്പീരിയൻസ് ഞാൻ വളരെയധികം പാട്ടുകൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗോപി സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോപിയുടെ പാട്ടുകളും ചില ഏറ്റവും വളരെ ലളിതമായ രീതിയിലുള്ള ട്യൂണുകൾ അദ്ദേഹം ചെയ്യും. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ചെയ്യും. ഇനി പഴയ രീതിയിലുള്ള വേണോ, പഴയ കാലത്തിൻ്റെ അതും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെയ്യാറ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മറികടന്നിട്ടുണ്ട് അതിനൊക്കെ.